സമയം രാത്രി ഏറെ വൈകി. നിലാവ് മരങ്ങൾക്കിടയിലൂടെ കന്യാസ്ത്രീ മഠത്തിന്റെ മുറ്റത്തേക്ക് അരിച്ചിറങ്ങുന്നു. എല്ലാവരും ഉറക്കത്തിലാണ്. അഗാധമായ നിശബ്ദത. കാറ്റിന്റെ നേരിയ ഇരമ്പൽ മാത്രം കേൾക്കാം. സിസ്റ്റർ തെരേസ മാത്രം ഉണർന്നിരിക്കുന്നു. അവർക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഠത്തിന്റെ മതിലിനരികിൽ ഒരു നിഴൽ അനങ്ങുന്നതായി അവർ കണ്ടു. അതൊരു പൂച്ചയോ നായയോ ആയിരിക്കുമെന്ന് കരുതി അവർ ആദ്യം അത് അവഗണിച്ചു. പക്ഷേ ആ നിഴൽ പതുക്കെ മഠത്തിന്റെ പിൻവാതിലിനടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അതൊരു കള്ളനാണെന്ന് അവർക്ക് മനസ്സിലായി. മറ്റുള്ളവരെ ഉണർത്തണോ അതോ നേരിടണോ എന്നവർ ഒരു നിമിഷം ആലോചിച്ചു. മറ്റുള്ളവരുടെ സുരക്ഷയായിരുന്നു അവരുടെ പ്രധാന ചിന്ത. ശബ്ദമുണ്ടാക്കിയാൽ കള്ളൻ ഓടിപ്പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അപകടത്തിലാവുകയോ ചെയ്യാം. ആ നിമിഷം അവരൊരു തീരുമാനമെടുത്തു. ധൈര്യപൂർവ്വം ആ സാഹചര്യത്തെ നേരിടാൻ തന്നെ അവർ തീരുമാനിച്ചു. സിസ്റ്റർ തെരേസ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ താഴത്തെ നിലയിലേക്കിറങ്ങി. ഇരുട്ടിൽ അവർക്ക് വഴി വ്യക്തമായിരുന്നു. വർഷങ്ങളായി അവർ ഇവിടെ താമസിക്കുന്നു. ഓരോ കോണും ഓരോ മുറിയും അവർക്ക് മനപാഠമാണ്. അടുക്കളയുടെ ഭാഗത്തുനിന്നും ഒരു നേർത്ത ശബ്ദം കേട്ടു. അവിടെയാണ് മഠത്തിലെ സംഭാവനപ്പെട്ടി വച്ചിരിക്കുന്നത്. മിക്കവാറും കള്ളൻ അത് ലക്ഷ്യമാക്കിയാണ് വന്നിരിക്കുന്നത്. ഒരു വടി കയ്യിലെടുത്ത് ശബ്ദം കേൾപ്പിക്കാതെ സിസ്റ്റർ തെരേസ പതിയെ അടുക്കളയുടെ വാതിലടച്ചു കുറ്റിയിട്ടു. ഇത് കള്ളനെ പരിഭ്രാന്തനാക്കി. അയാൾ കുടുങ്ങിയെന്ന് മനസ്സിലായി. അടുത്തത് എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ പകച്ചുനിന്നു. സിസ്റ്റർ തെരേസ ധൈര്യത്തോടെ വാതിലിൽ തട്ടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "പോലീസ് സ്ഥലത്തുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് കീഴടങ്ങാം." അവർ ബ്ലിങ്കർ ലൈറ്റ് ഓണാക്കി ജനലിലൂടെ അകത്തേക്ക് പ്രകാശം കടത്തിവിട്ടു. അകത്ത് കുടുങ്ങിയ കള്ളൻ പേടിച്ചു വിറച്ചു. ഒരു നിമിഷം അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. സിസ്റ്റർ തെരേസയുടെ വാക്കുകൾ കേട്ട് കള്ളൻ ഞെട്ടി. പരിഭ്രാന്തനായി അയാൾ അകത്ത് ചുറ്റും നോക്കി. പോലീസിനെ കാണുന്നില്ല. എന്നിട്ടും അവർ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്ക് താൻ പൂർണ്ണമായും കുടുങ്ങിയെന്ന് മനസ്സിലായി. എന്നാൽ സിസ്റ്റർ തെരേസ വാതിൽ തുറന്നു. കയ്യിലൊരു ലാമ്പ് മാത്രമുണ്ട്. പോലീസില്ല. ഒറ്റയ്ക്കാണവർ. കള്ളൻ അത്ഭുതത്തോടെ അവരെ നോക്കി. ഒരു നനുത്ത ചിരിയോടെ സിസ്റ്റർ തെരേസ ചോദിച്ചു, "മോനെ, നീ എന്തിനാണ് ഈ മോഷണത്തിനിറങ്ങിയത്?" ഈ ചോദ്യം അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. മോഷണത്തിന് പിടിക്കപ്പെട്ടാൽ സാധാരണയായി ഭീഷണിയും ശകാരവുമാണ് കേൾക്കാറുള്ളത്. എന്നാൽ ഇവിടെ ആ ഒരു വാക്കിനുപോലും സ്ഥാനമുണ്ടായിരുന്നില്ല. പകരം ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. അയാൾക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. കണ്ണുകൾ നിറഞ്ഞു. സിസ്റ്റർ തെരേസ തുടർന്നു, "നീ എന്തിനാണ് ഈ രാത്രിയിൽ ഇവിടെ വന്നതെന്ന് എനിക്കറിയണം. നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോളൂ. എന്നിട്ട് നമുക്കൊരുമിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം." അവളുടെ വാക്കുകൾ ആ കള്ളന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഇത് കേട്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിൽ ഇന്നേവരെ ആരും തന്നോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. അവന്റെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞു. സിസ്റ്റർ തെരേസയ്ക്ക് മുന്നിൽ തന്റെ ജീവിതകഥ തുറന്നു പറയാൻ അവൻ തീരുമാനിച്ചു. കണ്ണുനീരോടെ അയാൾ തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അവന്റെ പേര് അജയ് എന്നായിരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ കൂലിപ്പണിക്ക് പോയാണ് അവനെയും സഹോദരിയെയും വളർത്തിയത്. സഹോദരിയുടെ വിവാഹത്തിനു വേണ്ടി കടം വാങ്ങിയ പണം തിരിച്ചു നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. "ഞാൻ ഒരുപാട് ജോലികൾക്ക് ശ്രമിച്ചു," അജയ് പറഞ്ഞു. "പക്ഷേ എവിടെയും എനിക്കൊരു സ്ഥിര വരുമാനം കിട്ടിയില്ല. കടം വാങ്ങിയവർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. അമ്മയുടെ ആരോഗ്യവും മോശമായിക്കൊണ്ടിരുന്നു. വേറെ വഴിയില്ലാതെയാണ് ഞാൻ ഈ ദുരിതത്തിനിറങ്ങിയത്. ഒരുപാട് പാവപ്പെട്ടവർക്ക് അഭയമായ ഈ മഠത്തിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്റെ തെറ്റാണ്." അജയുടെ വാക്കുകൾ സിസ്റ്റർ തെരേസയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവന്റെ കണ്ണുകളിലെ നിസ്സഹായതയും വേദനയും അവർക്ക് കാണാമായിരുന്നു. ഒരു നിമിഷം അവർ മൗനമായി നിന്നു. അതിനുശേഷം അവർ മെല്ലെ പറഞ്ഞു, "മോനെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇതൊരു നല്ല വഴിയല്ല. നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ നേരിടാനുള്ള ധൈര്യമുണ്ട്. ഈ തെറ്റായ വഴിയിൽ പോകുന്നതിന് പകരം നല്ലൊരു ജീവിതം നയിക്കാൻ നിനക്ക് സാധിക്കും. ആഗ്രഹം മാത്രം മതി." സിസ്റ്റർ തെരേസയുടെ വാക്കുകൾ അജയ്ക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. അജയുടെ കഥ കേട്ട ശേഷം സിസ്റ്റർ തെരേസയുടെ മനസ്സ് അലിവുകൊണ്ട് നിറഞ്ഞു. എങ്കിലും ഒരു മോഷണശ്രമം മൂടിവെക്കുന്നത് ശരിയല്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതവനെ വീണ്ടും ഇത്തരം തെറ്റുകളിലേക്ക് നയിച്ചേക്കാം. അവർ അജയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, "മോനെ, നീ ചെയ്തത് തെറ്റാണ്. ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയും ഏറ്റുവാങ്ങണം. പക്ഷേ എന്റെ മനസ്സ് പറയുന്നത് നിന്റെ അവസ്ഥ കൂടി പോലീസ് അറിയണമെന്നാണ്. നീ അവരോട് സത്യം തുറന്നു പറയണം. ഞാൻ നിന്നോടൊപ്പമുണ്ടാകും." സിസ്റ്റർ തെരേസയുടെ ഈ വാക്കുകൾ അജയ്ക്ക് ഭയം തോന്നിക്കുന്നതിനു പകരം ഒരു ആശ്വാസമാണ് നൽകിയത്. ഭയത്തോടെയെങ്കിലും അവൻ അതിന് സമ്മതിച്ചു. മറ്റുള്ളവരെ വിളിച്ചുണർത്തി കാര്യം മനസ്സിലാക്കി കൊടുത്ത ശേഷം സിസ്റ്റർ തെരേസ പോലീസിനെ വിളിച്ചു. പോലീസ് മഠത്തിലെത്തി. സിസ്റ്റർ തെരേസ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അജയുടെ അവസ്ഥയും എന്ത് കാരണം കൊണ്ടാണ് അവൻ ഈ ദുരിതത്തിനിറങ്ങിയതെന്നും അവർ പോലീസിനോട് വിശദീകരിച്ചു. അജയ് കരഞ്ഞുകൊണ്ട് തന്റെ കഥ ആവർത്തിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അജയുടെ കഥ കേട്ടപ്പോൾ സഹതാപം തോന്നി.
എങ്കിലും നിയമം അതിന്റെ വഴിക്ക് പോകണം എന്നവർ പറഞ്ഞു. അവർ അജയെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് വാനിൽ കയറുന്നതിനു മുൻപ് അജയ് സിസ്റ്റർ തെരേസയുടെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. എന്നെ ശിക്ഷിക്കാൻ ശ്രമിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയതിന് നന്ദി, അവൻ പറഞ്ഞു. സിസ്റ്റർ തെരേസ അവനെ എഴുന്നേൽപ്പിച്ചു. മോനെ, നിന്റെ നല്ല മനസ്സ് ഞാൻ കണ്ടു. ഈ ലോകത്ത് നന്മയും സ്നേഹവുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ധൈര്യമായി മുന്നോട്ടു പോകൂ, അവർ അവനെ ആശ്വസിപ്പിച്ചു. അജയ് പിന്നീട് സിസ്റ്ററുടെ സഹായത്തോടെ ഒരു ചെറിയ ജോലി കണ്ടെത്തി. അവൻ കഠിനാധ്വാനം ചെയ്തു. പതുക്കെ പതുക്കെ തന്റെ കടങ്ങൾ വീട്ടാൻ തുടങ്ങി. തന്റെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം കൊണ്ടുവന്ന സിസ്റ്റർ തെരേസയെ അവൻ ഒരിക്കലും മറന്നില്ല. ഒരു കള്ളനെ ശിക്ഷിക്കുന്നതിനു പകരം അവനിലെ നന്മയെ തിരിച്ചറിഞ്ഞ് പുതിയൊരു ജീവിതം നൽകിയ സിസ്റ്റർ തെരേസയുടെ കഥ പിന്നീട് പലർക്കും പ്രചോദനമായി മാറി.